മുഖ്യമന്ത്രിക്ക് 5.5 കോടി രൂപ കോഴ നൽകിയെന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. പാലക്കാട് കിൻഫ്ര പാർക്ക്, കൈലാസപ്പാറ എന്നിവിടങ്ങളിൽ സോളാർ പദ്ധതിക്ക് വേണ്ടിയാണ് പണം നൽകിയത്. പദ്ധതി വിജയിച്ചാൽ ചാണ്ടി ഉമ്മനെ കമ്പനിയുടെ പങ്കാളിയാക്കാമെന്ന് ധാരണയുണ്ടാക്കിയിരുന്നതായും ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകി. സോളാർ രംഗത്ത് ചെറിയ പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങിയ ടീം സോളാറിനെ വലിയ പദ്ധതികളിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. കമ്പനിക്ക് 100 കോടി രൂപയിലേറെ ലാഭം പ്രതീക്ഷിക്കാവുന്ന 2 പദ്ധതികൾ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. ഒന്ന് പാലക്കാട് കിൻഫ്രയിലും അടുത്തത് ഇടുക്കിയിലെ കൈലാസപ്പാറയിലുമായിരുന്നു. കിൻഫ്രയിൽ 70 ഏക്കർ സ്ഥലത്തായിരുന്നു വാഗ്ദാനം. ഈ സ്ഥലം ശ്രീധരൻ നായരെ കാണിച്ചിരുന്നു. ഒരേക്കറിൽ 5 കോടി രൂപ മുതൽ മുടക്കിയാൽ 100 കോടിയോളം ലാഭം നേടാമായിരുന്നു. കൈലാസപ്പാറയിൽ 140 ഏക്കർ കാറ്റാടിപ്പാടത്തിനായി പൊതുജനങ്ങളുടെ പുനരധിവാസമടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുടെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റിടപാടുകാരിൽ നിന്നും സോളാർ പാനൽ വാങ്ങുന്നതിനായി കൈപ്പറ്റിയ 5.5 കോടിയോളം രൂപ വകമാറ്റിയത്. ലക്ഷക്കണക്കിന് രൂപ മറ്റു മന്ത്രിമാർക്കും നൽകി. സരിത അറസ്റ്റിലായ ശേഷം ഒളിവിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. കോട്ടയത്തുള്ള തോമസ് ടി കൊണ്ടോട്ടി വഴി അടുത്തിടെ വരെ തന്നെ രക്ഷിക്കാമെന്ന് പലവട്ടം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ചുള്ള വിവാദ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി 1.5 കോടി രൂപ ചോദിച്ചതായും ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ഗൺമാൻ സലീം രാജുമായുള്ള വ്യക്തിപരമായുള്ള പ്രശ്നം പരിഹരിക്കാനാണ് പണമെന്ന് പറഞ്ഞു. ഗണേഷ് കുമാർ സരിത ബന്ധവും ചർച്ചയായി. മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മനും ടീം സോളാറുമായി നല്ല ബന്ധമായിരുന്നു. 2 വൻകിട പദ്ധതികൾ വിജയിച്ചാൽ ചാണ്ടി ഉമ്മനും പദ്ധതിയിൽ പങ്കാളിയാവാനും ധാരണയായിരുന്നു. പദ്ധതിയുടെ ലാഭവിഹിതത്തിൽ 40% മുഖ്യമന്ത്രിക്ക് നൽകാൻ സമ്മതിച്ചിരുന്നതായും ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകി. റിപ്പോർട്ടർ, കൊച്ചി.